അർണബിന് ഇതെന്ത് പറ്റി? സമൂഹ മാധ്യമങ്ങളിലാകെ മുഴങ്ങുകയാണ് ഈ ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ ഏത് ജനദ്രോഹ പ്രവൃത്തിയും ന്യായീകരിക്കാൻ മുൻപിലുണ്ടായിരുന്ന റിപ്പബ്ലിക് ടിവിയുടെ അർണബ് ഗോസ്വാമി മോദിക്കെതിരെ രംഗത്ത് വന്നതാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. അരാവല്ലി പർവ്വതനിരകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അർണബിന്റെ മലക്കം മറിച്ചിൽ. BJP കൃത്യമായി ഫണ്ട് കൊടുക്കാത്തതിലുള്ള പിണക്കമാണ്, ചെക്ക് ബൗൺസ് ആയതിലുള്ള ദേഷ്യമാണ് എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില രസകരമായ വിശകലനങ്ങൾ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഡിസംബർ 19 സംപ്രേഷണം ചെയ്ത പ്രൈം ടൈം ഷോയിലായിരുന്നു റിപ്പബ്ലിക് TV എഡിറ്റർ ഇൻ ചീഫായ അർണബ് മോദിക്കെതിരെ പൊട്ടിത്തെറിച്ചത്. അരാവല്ലി പർവ്വതനിരകളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും പരാജയപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു വിമർശനം. അരാവല്ലി പർവ്വതനിരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്ററിലധികം ഉയരമുള്ളവയെ മാത്രമേ സംരക്ഷിത മേഖലയായി കണക്കാക്കൂ എന്ന സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയായിരുന്നു അർണബ് രംഗത്തെത്തിയത്. ഡൽഹി മുതൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെ നീണ്ടുകിടക്കുന്ന അതിപ്രധാനമായ പർവ്വതനിരയാണ് അരാവലി. ഖനനം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഈ പർവ്വതനിരയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാദം ശക്തമാകുന്നതിനിടെയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. അതിലൂടെ അരാവലിയുടെ ഏകദേശം 90% മേഖലയും സംരക്ഷണ മേഖലയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നാണ് പ്രധാന ആശങ്ക. പ്രധാനമന്ത്രിയുടെ ഓഫീസും പരിസ്ഥിതി മന്ത്രാലയവും അരാവലിയെ സംരക്ഷിക്കാൻ ഇടപെടണമെന്നായിരുന്നു അർണബിന്റെ ആവശ്യം. അതിൽ പരാജയപ്പെട്ടാൽ രാജ്യം വികസിത ഭാരതമല്ല, പരിസ്ഥിതി നശിച്ച ഭാരതമായിരിക്കും ആവുക. രാജ്യത്തെ മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യില്ലെന്ന് കരുതരുത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. മോദിയെ നേരിട്ട് വിമർശിച്ചില്ലെങ്കിലും ചോദ്യമുന അവിടേക്കായിരുന്നു. പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെയായിരുന്നു പ്രധാനമായും കുറ്റപ്പെടുത്തിയത്. അരാവലി പർവ്വതനിര നശിപ്പിക്കാൻ സർക്കാർ കൂട്ടുനിന്നിട്ടില്ല എന്ന മന്ത്രിയുടെ വാദത്തോട് മറു ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന പേരിൽ മാധ്യമങ്ങളെയും അർണബ് ഷോയിൽ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടെ പലതവണ കേന്ദ്ര സർക്കാരിനെയും BJP വിമർശിച്ച് അർണബ് രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിലെ വായു മലിനീകരണം പരിഹരിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്നതായിരുന്നു അതിലൊന്ന്. സാധാരണ എന്തുണ്ടായാലും മോദി സർക്കാരിനെയും വിവിധ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അർണബിന്റെ വായിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. അതുപോലെ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ മധ്യപ്രദേശിലെ ഒരു BJP MLA തന്റെ മകന്റെ വിവാഹത്തിൽ 70 ലക്ഷം രൂപയുടെ പടക്കം പൊട്ടിച്ചുവെന്നതിൽ അർണബ് തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. സമ്പത്ത് സ്വാധീനവുമൊക്കെ പ്രദർശിപ്പിക്കുന്ന പുതിയൊരു പ്രവണത BJP നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അതിനോടുള്ള അർണബിന്റെ പ്രതികരണം. എന്നാൽ മോദി സർക്കാരിനെ പേരെടുത്ത് വിമർശിച്ചത് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയ സംഭവത്തിലായിരുന്നു. ഇന്ത്യ ചോദിക്കുന്നു, മോദി സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഇതായിരുന്നു അർണബ് അന്ന് ചോദിച്ചത്. നിലവിലെ ഈ മലക്കം മറിച്ചിലിനെ കുറിച്ച് വമ്പൻ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഹിരൺ ജോഷി പിൻവാങ്ങിയതാണ് മാധ്യമങ്ങൾക്ക് ധൈര്യം പകരുന്നത് എന്നാണ് റെഡിറ്റിൽ ഒരു ഉപയോക്താവ് അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല BJP നൽകുന്ന പേയ്മെന്റിൽ കാലതാമസം ഉണ്ടായതാണെന്നും പരിഹാസമുണ്ട്. പണം കൂടുതൽ വാങ്ങിയെടുക്കാനുള്ള അർണബിന്റെ തന്ത്രമാണെന്നും കമന്റുകൾ വന്നിരുന്നു. എന്തായാലും അർണബിന്റെ ചുവടുമാറ്റത്തെ വളരെ ആകാംക്ഷയോടെയാണ് വിശകലന വിദഗ്ധർ നോക്കിക്കാണുന്നത്. ഇനിയും എത്ര ദിവസം ഇങ്ങനെ പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.